കഥകൾ അതിമോഹനം. കവിപരിചയം. കവിതാ പശ്ചാത്തലം. മഹാഭാരതം കഥ ചുരുക്കത്തിൽ. ആശയം. കവിപരിചയം. ആധുനിക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഹരിനാമകീർത്തനം, ഭാഗവതം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ചിന്താരത്നം, ബ്രഹ്മാണ്ഡപുരാണം, ശിവപുരാണം, ദേവീമഹാത്മ്യം, ഉത്തരരാമായണം, ശതമുഖ രാമായണം, കൈവല്യ നവനീതം എന്നിവ. കവിതാ പശ്ചാത്തലം. മഹാഭാരതം ഇന്ത്യയുടെ മഹത്തായ ഇതിഹാസമായി കണക്കാക്കപ്പെടുന്നു. ഇത് വേദവ്യാസ മുനി സമാഹരിച്ചു. കുരുവംശത്തിലെ ആദ്യത്തെ രാജാവായിരുന്നു ശന്തനു മഹാരാജാവ്. അദ്ദേഹത്തിന് വിവാഹത്തിന് മുൻപ് ഗംഗാദേവിയിലുണ്ടായ മകനാണ് ദേവവ്രതൻ. ശന്തനു മഹാരാജാവിൻ്റെ ഭാര്യയായ സത്യവതിക്ക് വിവാഹത്തിന് മുൻപ് ഉണ്ടായ മകനാണ് വേദവ്യാസൻ. സ്വാർത്ഥയായ സത്യവതി തനിക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് രാജ്യാധികാരവും തനിക്ക് രാജമാതാവ് എന്ന സ്ഥാനവും ലഭിക്കില്ലെന്ന ചിന്തയിൽ ശന്തനുവിൻ്റെ മൂത്ത പുത്രനായ ദേവവ്രതനെ കൊണ്ട് രാജാവാകില്ലെന്ന് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. താൻ നിത്യബ്രഹ്മചാരിയായി തുടരുമെന്ന ഭീഷ്മശപഥവും ദേവവ്രതൻ ചെയ്തു. അങ്ങനെ ദേവവ്രതൻ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെട്ടു. ശന്തനുവിന് സത്യവതിയിൽ പിറന്നവരാണ് വിചിത്രവീര്യനും ചിത്രാംഗതനും. രോഗങ്ങൾ ബാധിച്ചു അവർ നേരത്തെ മരിക്കുന്നു. മരണസമയത്ത് വിചിത്രവീര്യന് മക്കൾ ഉണ്ടായിട്ടില്ലാതിരുന്നതിനാൽ രാജ്യത്തിന് കിരീടാവകാശി ഇല്ലാതെയായി. സത്യവതിയുടെ പുത്രനായ വേദവ്യാസനെ കൊണ്ട് ഇവരെ വിവാഹം കഴിക്കാൻ ഭീഷ്മർ ആവശ്യപ്പെട്ടു. തുടർന്ന് വ്യാസൻ ഇവരെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന് അംബികയിൽ ധൃതരാഷ്ട്രർ എന്നും അംബാലികയിൽ പാണ്ഡു എന്നും പേരുള്ള 2 മക്കൾ ഉണ്ടാകുകയും ചെയ്തു. ജന്മനാ അന്ധനായിരുന്നു ധൃതരാഷ്ട്രർ. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു ഗാന്ധാരി. അവർക്ക് 100 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടായിരുന്നു. അതിൽ മൂത്ത പുത്രനായിരുന്നു ദുര്യോധനൻ. മകൾ ദുശ്ശളയും. പാണ്ഡുവിൻ്റെ ഭാര്യമാർ ആയിരുന്നു കുന്തിയും മാദ്രിയും. ധൃതരാഷ്ട്രർ അന്ധനായതിനാൽ അനുജനായ പാണ്ഡുവിനെ രാജാവാക്കി. ഒരിക്കൽ നായാട്ടിന് പോയ പാണ്ഡു ഇണയോടൊപ്പം മാൻവേഷത്തിൽ നടന്ന ഒരു മഹർഷിയെ അമ്പെയ്യുകയും മഹർഷി പാണ്ഡുവിനെ ഇങ്ങനെ ശപിക്കുകയും ചെയ്തു: അയ്യോ രാജാവേ, നീ നിന്റെ ഭാര്യയെ പ്രണയത്തിൽ തൊടുന്ന നിമിഷം നീ മരിച്ചു വീഴും. അന്നു മുതൽ പാണ്ഡുവിന് ഭാര്യമാരെ തൊടാൻ കഴിഞ്ഞില്ല. മുനിയുടെ മരണത്തിൽ വിഷമത്തിലാണ്ട പാണ്ഡു പത്നിമാരോടൊപ്പം വനവാസത്തിന് പോയി. സന്താനങ്ങളില്ലാത്ത ദുഃഖത്തിൽ നടന്ന പാണ്ഡുവിനോട് കുന്തി തനിക്ക് ദുർവാസാവ് മഹർഷിയിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് പറയുന്നു. ഏത് ദേവനെ ആരാധിച്ചു മന്ത്രം ചൊല്ലുന്നുവോ അവരിൽ നിന്ന് പുത്രഭാഗ്യം ഉണ്ടാവുമെന്നും 3 മന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്തി യമധർമ്മൻ, വായുദേവൻ, ദേവേന്ദ്രൻ എന്നീ ദേവന്മാരിൽ നിന്നും 3 പുത്രന്മാരെ യഥാക്രമം യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ സമ്പാദിച്ചു. അവസാനം മന്ത്രം മാദ്രിക്ക് ഉപദേശിക്കുകയും മാദ്രി അശ്വനീ ദേവന്മാരിൽ നിന്നും ഇരട്ട സന്താനങ്ങളെയും നകുലൻ, സഹദേവൻ സമ്പാദിച്ചു. ഇങ്ങനെ പാണ്ഡുവിന് 5 പുത്രന്മാർ ജനിച്ചു. ഇവർ പഞ്ചപാണ്ഡവർ എന്നറിയപ്പെട്ടു. കുന്തിക്ക് ഈ 3 പുത്രന്മാരെ കൂടാതെ ഒരു പുത്രൻ കൂടിയുണ്ട്. തൻ്റെ ബാല്യകാലത്ത് ദുർവാസാവ് ഉപദേശിച്ച ദിവ്യമന്ത്രത്താൽ സൂര്യനിൽ നിന്നും കർണൻ എന്ന പുത്രൻ ഉണ്ടായി. കുന്തിയാൽ ഉപേക്ഷിക്കപ്പെട്ട കർണനെ സൂതനായ അതിരഥൻ എടുത്തു വളർത്തി. ജന്മനാ കവചകുണ്ഡലങ്ങൾ ഉള്ളവനായിരുന്നു കർണൻ. കർണൻ്റെ കഴിവ് കണ്ട് പിന്നീട് ദുര്യോധനൻ അദ്ദേഹത്തെ അംഗരാജ്യത്തിൻ്റെ രാജാവാക്കുന്നു. പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവർ എന്നും ധൃതരാഷ്ട്രരുടെ മക്കൾ കൗരവർ എന്നും അറിയപ്പെട്ടു. മഹാഭാരതത്തിലെ പ്രധാന സംഭവ വികാസമാണ് പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും പുത്രന്മാർ തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. രാജ്യത്തിനു വേണ്ടിയുള്ള മത്സരവും പാണ്ഡവരുടെ പത്നിയായ ദ്രൗപദിക്ക് വേണ്ടിയുള്ള മത്സരവും. കുരുവംശത്തിലെ രാജാവായ പാണ്ഡുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ധൃതരാഷ്ട്രർ രാജാവായി. എന്നാൽ ധൃതരാഷ്ട്രർ അന്ധനായതിനാൽ അദ്ദേഹത്തിൻ്റെ മകനായ ദുര്യോധനൻ രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചു. ഇത് പാണ്ഡവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കാരണത്താൽ രാജ്യത്തിനു വേണ്ടി പാണ്ഡവർക്കും കൗരവർക്കുമിടയിൽ മത്സരമുണ്ടായി. ഇതുകൂടാതെ ദ്രൗപദിയെ പന്തയം വെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വഴക്കുകളും ഈ യുദ്ധത്തിന് കാരണമായി. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യം വീണത് ഭീഷ്മറായിരുന്നു. ഭീഷ്മർ ശരശയ്യയിലായതിനാൽ അടുത്ത സൈന്യാധിപനാവാൻ ദുര്യോധനൻ കർണനോട് അപേക്ഷിക്കുന്നു.
എന്നാൽ കർണൻ അടുത്ത സൈന്യാധിപ സ്ഥാനം ദ്രോണർക്ക് നൽകണമെന്നും ശേഷം എനിക്ക് മതിയെന്നും പറയുന്നു. ഈ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആശയം: എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന ഭാഗത്തിലെ ഒരു ഭാഗമാണ് കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. സംഗ്രഹം: കവിതയുടെ ആദ്യ ഭാഗത്തിൽ കവി പഞ്ചവർണ്ണ കിളി പെൺകിടാവിനോട് നല്ല മധുരമായ ശബ്ദത്തിൽ കഥ പറയുവാൻ ആവശ്യപ്പെടുകയാണ്. നന്നായി കാച്ചിക്കുറുക്കിയ പാലിൽ പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പ് ആക്കിയതും നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് അത് പതിയെ തിരുമ്മി ഉടച്ച് അതിൽ തേനും ശർക്കരയും പൊടിച്ചിട്ട് നല്ല മധുരവും രുചിയും വരുത്തി വെള്ളിത്തളികയിൽ വെവ്വേറെ വിളമ്പി വെച്ചിരിക്കുന്നതും എടുത്തു നിനക്ക് മതിയാവോളം കഴിച്ചാലും. ഇനി നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും തേനും പാലും കുടിച്ചാലും. എന്നിട്ട് എനിക്ക് മധുരമായ കഥകൾ പറഞ്ഞു നൽകിയാലും. യുദ്ധത്തിൽ ഭീഷ്മർ ശരശയ്യയിലായതിനാൽ ശത്രു സമൂഹത്തിന് യുദ്ധം ചെയ്യിക്കുവാൻ ഭീഷ്മസമാനനായ ഒരാൾ വേണം. തോൽവി മുന്നിൽ കാണുന്ന ദുര്യോധനാദികൾ ഭീഷ്മരുടെ പതനത്തിനു ശേഷം എന്ത് ചെയ്തു എന്ന് കിളിയോട് പറഞ്ഞു തരാൻ കവി പറയുകയാണ്. മഹാഭാരത കഥ വിസ്തരിച്ചു പറയുവാൻ തനിക്ക് ആവതില്ലെങ്കിലും വളരെ ചുരുക്കി താൻ പറയാമെന്ന് കിളി പറയുന്നു. കർണനോട് ദുര്യോധനൻ സേനാധിപതി ആവാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു പുഞ്ചിരിയോടെ കർണൻ ചോദിച്ചു, ദ്രോണാചാര്യർ ഇരിക്കെ മറ്റൊരാൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന്. ഇന്നുള്ള യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള ആൾ ഭരദ്വാജൻ്റെ മകൻ ദ്രോണനാണ്. ദ്രോണർക്ക് ശേഷം ഞാൻ സേനാധിപതി ആകാമെന്നും പറയുന്നു. ഇതു കേട്ട അഭിമാനിയായ സുയോധനൻ ദ്രോണരെ സേനാധിപതിയായി അഭിഷേകം ചെയ്യുന്നു. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്